ഓക്കെ, താങ്ക് യു. സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്തമായ മാനസികാവസ്ഥ ഉണ്ടെങ്കിലും ഇവിടെ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും 100% നിങ്ങളുടെ മനസ്സിനെ ഇതിലേക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമ്മൾ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് വ്യത്യസ്തമായ ഒരു വിഷയത്തെയാണ്. ആ വിഷയത്തിന്റെ വ്യത്യസ്തത തന്നെ ഇത് ലോകത്തെ ഏറ്റവും ട്രെൻഡായി മാറാൻ സാധ്യതയുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ ആ ട്രെൻഡിലേക്ക് എത്താൻ ഇന്ന് ഒരുപക്ഷെ ഈ മീറ്റിംഗ് ഹാളിലുള്ള 23 പേർക്ക് പ്രാധാന്യമുള്ള റോളുകൾ വഹിക്കാനുണ്ടാകും. ഒരുപക്ഷെ ഈ 23 പേരിൽ നിന്നും ഇത് കേട്ട ഒരാളായിരിക്കും ആ പ്രാധാന്യം വഹിക്കാൻ പോകുന്ന ആൾ. ഒരുപക്ഷെ ഈ മീറ്റിംഗ് ഹാളിൽ അവർ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം സബ്ജക്റ്റിന്റെ സോളിഡാരിറ്റി, ആ സബ്ജക്റ്റ് അത്രമാത്രം പ്രസക്തമായതുകൊണ്ട് ലോകത്ത് ഇത് ട്രെൻഡായി മാറുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എങ്കിൽ നമ്മുടെ ലൈഫിൽ ആ ട്രെൻഡ് ഉണ്ടായി വരുമോ? നമുക്ക് ആ ട്രെൻഡിനൊപ്പം സഞ്ചരിക്കാൻ സാധിക്കുമോ? നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങളെ എല്ലാവരെയും മീറ്റിംഗ് ഹാളിലേക്ക് ഒരിക്കൽ കൂടി വെൽക്കം ചെയ്തുകൊണ്ട് പ്രസന്റേഷന്റെ ഭാഗത്തിലേക്ക് ഞാൻ കടന്നു പോവുകയാണ്. ഈ പ്രോഗ്രാം ടെതർ ഓഷ്യൻ എന്ന് പറയുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു സെൽഫ് അപ്രീഷിയേറ്റിംഗ് ഡെഫി പ്രൊജക്റ്റ് ആണ്. ലോകത്ത് ഏറ്റവും ട്രെൻഡായി മാറാൻ സാധ്യതയുള്ള ഒരു സബ്ജക്റ്റ് ആണ്. എന്താണ് ടെതർ ഓഷ്യൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിന്റെ പ്രസക്തി? tetherOcean.com എന്ന വെബ്സൈറ്റിലൂടെ നമുക്കത് പരിചയപ്പെടാം. പക്ഷേ അതൊരു ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് ഓപ്ഷൻ ആയതുകൊണ്ട് tetherOcean.com എന്ന വെബ്സൈറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുക മെറ്റാമാസ്ക്, ട്രസ്റ്റ് വാലറ്റ്, ടോക്കൺ പോക്കറ്റ് പോലെയുള്ള ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ ത്രൂ ആണ്. ഇതൊരു കമ്മ്യൂണിറ്റി ഡ്രിവൺ ആയിട്ടുള്ള വിർച്വൽ ടോക്കൺ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമാണ്. ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആ വിർച്വൽ ടോക്കണിന്റെ ചില കൊഹസീവ് എൻവയോൺമെന്റ് നമ്മളിലേക്ക് വളരെ വ്യക്തമായ ചില ഡെവലപ്മെന്റുകൾ ഉണ്ടാക്കി തരും, തർക്കമില്ല. എങ്ങനെ ടെതർ ഓഷ്യൻ ആ ഒരു ജേണിയിലേക്ക് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്? ഇതിൽ വരുന്ന ഡിജിറ്റൽ ടോക്കൺ, വിർച്വൽ ടോക്കൺ എത്രമാത്രം പവർഫുൾ ആണ്, അത് നമുക്ക് എത്രമാത്രം നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്നതാണ്. ഇതിന്റെ കീ ഫീച്ചേഴ്സിലേക്ക് വന്നാൽ സ്റ്റെബിലിറ്റി ആങ്കർഡ് ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസി USDT ആണ് ഇതിന്റെ ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. USDT എന്ന ക്രിപ്റ്റോ കറൻസി ലോകത്ത് ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് ആണ്. പക്ഷേ എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏത് രാജ്യക്കാർക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. പ്രത്യേകിച്ച് ഒരു ഹെഡേക്ക് ഇല്ലാതെ തന്നെ അവർക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും നേട്ടങ്ങൾ സ്വന്തമാക്കാനും സാധിക്കും. ആ രാജ്യത്തെ കറൻസി ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ലിക്വിഡിറ്റി പൂൾ അതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. സാധാരണ വിർച്വൽ ടോക്കൺസ് എല്ലാം കയ്യിൽ കിട്ടുമ്പോൾ ധാരാളം പ്രോജക്റ്റിലെ വിർച്വൽ ടോക്കൺ ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിലൊക്കെ കിട്ടിയിട്ടുണ്ടാകാം. പക്ഷെ അതിനെല്ലാം മെറ്റീരിയലൈസ് ചെയ്യണമെങ്കിൽ ഒരുപാട് കടമ്പകളാണ്, ഒരുപാട് സമയമെടുക്കുന്ന പ്രോസസ്സാണ്. പക്ഷെ ഇവിടെ ഇന്നോവേറ്റീവ് ലിക്വിഡിറ്റി പൂൾ തയ്യാറാക്കിക്കൊണ്ട് ഒരിടത്തും പോകണ്ട, വിത്തിൻ മിനിറ്റ്സ്, വിത്തിൻ സെക്കൻഡ്സിൽ നമുക്ക് ഒരുപക്ഷെ അതിനെ USDT ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നു. അത്ര സ്പീഡി ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഇതിന്റെ കീ ഫീച്ചേഴ്സിൽ ഇവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സെക്യൂർ ആൻഡ് ട്രാൻസ്പെറന്റ് ട്രാൻസാക്ഷൻ ആണ് ടെതർ ഓഷ്യൻ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. BP20 പ്ലാറ്റ്ഫോമിൽ, ഫിനാൻസിന്റെ ബ്ലോക്ക് ചെയിൻ ആയ BP20 പ്ലാറ്റ്ഫോമിൽ വളരെ മനോഹരമായിട്ട് അത് ഡീസെൻട്രലൈസ് പ്രോഗ്രാമായി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതൊരു കമ്മ്യൂണിറ്റി സെൻട്രിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇത് ഉദ്ദേശിക്കുന്നത് എ ബ്രിഡ്ജ് ആണ്. ആ ബ്രിഡ്ജ് നമുക്ക് മാറ്റിയെടുക്കുന്ന ഒരു ഗ്യാപ്പ് ആയിരിക്കും. എന്ത് ഗ്യാപ്പാണെന്നറിയോ? ട്രഡീഷണൽ ഫിനാൻസിന്റെയും ഡീസെൻട്രലൈസ് ഫ്യൂച്ചറും തമ്മിലുള്ള ഒരു ഗ്യാപ്പ്, അത് ആ അന്തരം ഇല്ലാതാക്കാൻ, അതൊരു ബ്രിഡ്ജായിട്ട് വഹിക്കാൻ ടെതർ ഓഷ്യൻ എന്ന പ്ലാറ്റ്ഫോം സഹായിക്കുമെന്നുള്ളതാണ് ഡെവലപ്പേഴ്സ് മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിഷൻ. സാധ്യമാകുമോ ഇല്ലയോ? നമുക്കൊന്ന് പരിശോധിക്കാം, അത് സാധ്യമാണോ ഇല്ലയോ. അഡ്വാൻറ്റേജ് പ്രൈസ് അപ്രീസിയേഷൻ ഓൺ എവറി ബൈ സെൽ ട്രാൻസാക്ഷൻ ടെതർ ഓഷ്യൻ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. പെട്ടെന്ന് ട്രേഡിംഗ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സയൻസുമാണ്. കാരണം എന്താ? നമുക്കറിയാം, കച്ചവട രീതിയിൽ ഏത് കച്ചവട രീതി എടുത്ത് പരിശോധിച്ചാൽ, ട്രഡീഷണൽ ആയിക്കോട്ടെ, നെറ്റ്വർക്ക് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഡിജിറ്റൽ ആയിക്കോട്ടെ, ഏത് മേഖല ആയിക്കോട്ടെ, ബയേഴ്സ് മാർക്കറ്റ് ഒരു കമ്മ്യൂണിറ്റി ഒരു പ്രൊഡക്റ്റിൽ ഒരു സർവീസിൽ വന്നാൽ ഉറപ്പായിട്ടും വില കയറും, ഡിമാൻഡ് കയറും. പക്ഷെ സെല്ലേഴ്സ് മാർക്കറ്റ് കൂടിയാൽ ഉറപ്പായിട്ടും വില കുറയണം. ഇതാണ് ഇതുവരെ നമ്മൾ കണ്ടിരിക്കുന്ന ട്രേഡിങ്ങിലെല്ലാം നമുക്കുള്ള സയൻസ്. പക്ഷേ ടെതർ ഓഷ്യൻ മുന്നോട്ട് വയ്ക്കുന്ന സയൻസിൽ പ്രൈസ് അപ്രീസിയേഷൻ ഉണ്ട് എവറി ബൈ സെൽ ട്രാൻസാക്ഷൻ. ബയേഴ്സ് മാർക്കറ്റ് കൂടിക്കോട്ടെ, സെല്ലേഴ്സ് മാർക്കറ്റ് കൂടിക്കോട്ടെ, അതിന്റെ പ്രൈസ് അപ്രീഷിയേറ്റ് ചെയ്ത് പോവുകയുള്ളൂ. ഉറപ്പായും സാധാരണക്കാർ പറയും, ഇത് റക്കുള്ളാണ്, ഇത് കുറച്ച് പൈസ അടിച്ചു മാറ്റാനുള്ള ഒരു തന്ത്രം മാത്രമാണ്.
ഇത് വരിക, കുറെ ആൾക്കാരെ കണക്ട് ചെയ്യുക, അതുവഴി കുറെ പണം കളക്ട് ചെയ്യുക, ഓടിപ്പോവുക. കാരണം ഇതുവരെ ഇതുപോലെ മനോഹരമായ മോഹന വാഗ്ദാനങ്ങൾ തന്ന പല സിസ്റ്റങ്ങളും അങ്ങനെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ടെതർ ഓഷ്യൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിൽ ഒരിക്കലും റെഡ് വരുന്നില്ല. ഇവിടെ ഒരു ഹല്ലാബുല്ലയും ഇല്ല, ഇവിടെ ഒരു ഹൈപ്പും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഒരു നോർമലി സൈലന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സബ്ജക്റ്റാണ്. അതാണ് ടെതർ ഓഷ്യൻ ഇപ്പോൾ മാർക്കറ്റ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും ഓരോ ദിവസം ചെല്ലുന്തോറും ഈ സിസ്റ്റത്തിന്റെ കോൺഫിഡൻസ് കയറി വരുന്ന സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. ആ കോൺഫിഡൻസ് ലെവൽ അവരെ കൂടുതൽ ആഴത്തിൽ ഈ സിസ്റ്റത്തെ കുറിച്ച് പഠിക്കാനും ഇതിന്റെ സയൻസിനെ കുറിച്ചും ഇതിന്റെ ഡെവലപ്പേഴ്സിനെ കുറിച്ചും മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കും. ഇതുകൊണ്ട് തന്നെ ടെതർ ഓഷ്യൻ ലോകത്തെ ട്രെൻഡായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രീ മൈൻഡ് കോയിൻ ഇല്ല എന്നുള്ളതാണ് ടെതറിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഈ സിസ്റ്റം തുടങ്ങുന്നത് 2024 മാർച്ച് മാസം 20-ാം തീയതിയാണ്. ഇതിന്റെ സ്മാർട്ട് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഡേറ്റ് BSC സ്കാനിൽ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും. മാർച്ച് 21-ാം തീയതി മുതൽ സ്മാർട്ട് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മാർച്ച് 20-ാം തീയതി ആണെങ്കിൽ 21-ാം തീയതി മുതൽ ഇതൊരു ട്രാൻസാക്ഷൻ തുടങ്ങി. അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഓരോ മൈന്യൂട്ട് ട്രാൻസാക്ഷൻസും നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. അതെങ്ങനെയാണ്, ഏത് രൂപത്തിലാണ്, എത്ര എമൗണ്ടിന്റെ ആണ്, എല്ലാം വ്യക്തമായിട്ട് ഇൻ ഔട്ട് ട്രാൻസാക്ഷൻ പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കും. അവിടെ മാർച്ച് 21-ാം തീയതി തുടങ്ങുമ്പോൾ, മാർച്ച് 20-ാം തീയതി ഈ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ കോയിന്റെ എണ്ണം 0 ആയിരുന്നു. പ്രീ മൈൻഡ് കോയിൻ ഒന്നുമില്ല. മാർച്ച് 21-ാം തീയതി ആദ്യത്തെ ബയർ വന്നപ്പോൾ മാത്രമാണ് ഒരു കോയിൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. അദ്ദേഹം എത്ര ഇൻപുട്ട് ചെയ്തോ അതിന് ആനുപാതികമായ കോയിൻസ് മാത്രം. അപ്പോ ബയേഴ്സ് വന്നാൽ മാത്രമേ ഇവിടെ കോയിൻ ക്രിയേഷൻ നടക്കുന്നുള്ളൂ. ഇനി കോയിൻസ് ആർ ബേൺ വെൻ സോൾഡ്. ഇവിടെ ആരെങ്കിലും കോയിൻ വിറ്റാൽ ആ കോയിൻ അത്രയും ബേൺ ചെയ്ത് പോകും. ഇപ്പൊ ബേണിംഗ് എന്ന പ്രോസസ് ഒക്കെ പല സിസ്റ്റവും ചെയ്യുന്നത് ഒരു പ്രത്യേക വാലറ്റിലേക്ക് ലോഡ് ചെയ്യുന്ന രൂപത്തിലാണ്. ഉദാഹരണം ട്രോൺ എന്ന് പറയുന്നത് TRC20 പ്ലാറ്റ്ഫോമിലുള്ള മനോഹരമായ ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. 10 രൂപ റേഞ്ചിൽ വിലയുള്ള ക്രിപ്റ്റോ കറൻസിയാണ്. അവർ ബേൺ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക വാലറ്റിലേക്ക് ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ടെതർ ഓഷ്യനിൽ അത് 100% ബേൺ ആണ്. സിസ്റ്റത്തിൽ പിന്നെ അതില്ല. 10,000 കോയിൻ ഒരാൾ ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. 1000 കോയിൻ വാങ്ങാൻ ഒരാൾ വന്നാൽ വീണ്ടും 11,000 കോയിനായിട്ട് അത് മാറും. ഈ സമയത്ത് 2,000 കോയിനുകൾ സെല്ല് ചെയ്താൽ അത് 9,000 കോയിനായിട്ട് കുറയും. സോ ടോട്ടൽ സപ്ലൈ അത് കൺട്രോൾ ചെയ്യാൻ ഈ 2 സയൻസ് സഹായിക്കും, 3ഉം 4ഉം സഹായിക്കും. ഈ അഡ്വാൻറ്റേജുകൾ ഈ സിസ്റ്റത്തെ എങ്ങനെ സപ്പോർട്ടീവ് ആകും, ഈ അഡ്വാൻറ്റേജുകൾ എങ്ങനെ എക്സ്പ്ലോർട്ട് ചെയ്യാൻ, അത് നമ്മൾ മാർക്കറ്റിലേക്ക് ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ, ഈ മീറ്റിംഗ് ഹോളിലുള്ള 33 പേരും ആത്മാർത്ഥമായി ശ്രമിച്ചാൽ എന്തായിരിക്കും മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. ടെതർ ഓഷ്യൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിൽ 100% ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വാങ്ങാനോ വിൽക്കാനോ അഫിലിയേറ്റ് ഇൻകം വിഡ്രോ ചെയ്യാനോ ഒന്നും ഒരു മാനുവൽ ട്രാൻസാക്ഷൻസോ ഒരു മാനുവൽ അപ്രൂവലോ ആവശ്യമില്ല. ഞാൻ സംസാരിച്ചു, മാർച്ച് 20-ാം തീയതി തുടങ്ങിയ പ്രോഗ്രാം മാർച്ച് 21-ാം തീയതി മുതലുള്ള ഓരോ ട്രാൻസാക്ഷൻസ് നമുക്ക് കാണാം. ഇതെല്ലാം ബ്ലോക്ക് ചെയിൻ ഇവന്റിൽ പോയാൽ, BSC സ്കാനിൽ തന്നെ ഇവന്റ്സ് എന്ന ഹെഡിങ് ഉണ്ട്. ആ ഹെഡിങ്ങിൽ പോയാൽ ഇവന്റുകളെല്ലാം ബ്ലോക്ക് ചെയിൻ വഴി നടക്കുന്ന പ്രോഗ്രാമാണ് നമുക്ക് കാണാൻ സാധിക്കും. ബ്ലോക്ക് ചെയിനിൽ ഇല്ലാതെ ഒരു പ്രോഗ്രാമും ഈ സിസ്റ്റത്തിൽ ഇല്ല. 100% ഡീസെൻട്രലൈസ്ഡ് ആണ്. റിയൽ ടൈം ബൈ ആൻഡ് സെല്ലാണ്. വാങ്ങാനോ വിൽക്കാനോ നമ്മൾ എങ്ങും പോകേണ്ട ആവശ്യമില്ല. വാങ്ങണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാലറ്റ് ട്രസ്റ്റ് വാലറ്റ് ആണെങ്കിൽ ട്രസ്റ്റ് വാലറ്റിൽ, മെറ്റാമാസ്ക് ആണെങ്കിൽ മെറ്റാമാസ്കിൽ, ടോക്കൺ പോക്കറ്റ് ആണെങ്കിൽ ടോക്കൺ പോക്കറ്റിൽ നമുക്ക് ആവശ്യമായ USDT വയ്ക്കുക, ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ ചോദിക്കുന്നത് എത്ര എമൗണ്ടിന് വാങ്ങണമെന്ന് മാത്രമാണ്. എമൗണ്ട് കൊടുക്കുന്നു, ബ്ലോക്ക് ചെയിൻ കൺഫർമേഷൻ കൊടുക്കുന്നു, നമുക്ക് ആവശ്യമായ കോയിൻ അപ്പം തന്നെ ലോഡ് ചെയ്ത് കിട്ടുന്നു. ഇനി സെല്ല് ചെയ്യണമോ, സെൽ എന്നൊരു ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ചെയ്യുന്നു, നമ്പർ ഓഫ് കോയിൻസ് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. 1000 കോയിൻ കൈവശമുള്ള ഒരാൾക്ക് 200 കോയിൻ വിൽക്കണം, 200 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, സെൽ കൊടുക്കുന്നു, ബ്ലോക്ക് ചെയിൻ കൺഫർമേഷൻ കൊടുക്കുന്നു, അപ്പൊ തന്നെ USDT നമ്മുടെ വാലറ്റിൽ വന്നു കഴിഞ്ഞു. റിയൽ ടൈം ആണ് ഇതിന്റെ പ്രോസസ് എല്ലാം. റിയൽ ടൈം അഫിലിയേറ്റ് പേ ഔട്ട് കൊടുക്കുന്ന സിസ്റ്റമാണ് ടെതർ ഓഷ്യൻ. 43% അഫിലിയേറ്റ് പേ ഔട്ടിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ആ എമൗണ്ട് കൃത്യമായി ആ ബിസിനസ് നടക്കുന്ന സെക്കൻഡിൽ തന്നെ അവർക്ക് ക്രെഡിറ്റ് ആയി കിട്ടും. ആ സെക്കൻഡിൽ തന്നെ അവർക്ക് വിഡ്രോ ചെയ്തെടുക്കാം. $1 ആണെങ്കിൽ $1 വിഡ്രോ ചെയ്യാം. ഒരു സർവീസ് ചാർജും ഇല്ല. ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ സർവീസ് ചാർജ് ഇല്ലാത്തൊരു സിസ്റ്റം അഫിലിയേറ്റ് പേ ഔട്ട് രംഗത്ത് കടന്നു വരുന്നത്, അതും കൈ നിറയെ സമ്പാദിക്കാവുന്ന രൂപത്തിൽ. സുഹൃത്തുക്കളെ, വ്യത്യസ്തമായ ഒരു ആശയം ടെതർ ഓഷ്യൻ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് 100% ഡീസെൻട്രലൈസ് പ്രോഗ്രാം ആക്കി മാറ്റിയിട്ടുണ്ട്. ഇവിടെയും സംശയം ഇതാണ്, ഈ വാങ്ങലും വിൽക്കലും നടക്കുമ്പോൾ എങ്ങനെ വില കൂടും? വാങ്ങുമ്പോൾ വില കൂടുമോ? ഓക്കെ, അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ വിൽക്കുമ്പോൾ വില കൂടുമോ? എങ്ങനെ? നോക്കൂ, ആദ്യത്തെ 4 ട്രാൻസാക്ഷൻ ബൈ ആണ്, 5ാമത്തെ ട്രാൻസാക്ഷൻ സെല്ലാണ്, 6ഉം 7ഉം ബൈ ആണ്, 10ഉം 11ഉം സെല്ലാണ്, 12, 13 ബൈ ആണ്, 14ഉം 15ഉം സെല്ലാണ്, 16 ബൈ ആണ്. ഇത്രയും പ്രോസസ് നടന്നപ്പോ ഒരിക്കൽ പോലും വില തന്നിട്ടില്ല.
$1 തുടങ്ങി 1.48 1.77 1.99 2.17 2.30 2.50 3.25 4.04 ഇങ്ങനെ വില കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ കാൽക്കുലേഷൻ ആണ്. പക്ഷെ ഈ കാൽക്കുലേഷനെ നമ്മൾ എത്ര എക്സ്റ്റെൻഡിൽ 1 കോടി ട്രാൻസാക്ഷൻ നിങ്ങൾ നടക്കുന്നതായിട്ട് കണക്കാക്കിക്കൂ, ബൾക്ക് സെല്ലിംഗ് നടക്കുന്നു, ബൾക്ക് ബൈ നടക്കുന്നു, എന്നാൽ പോലും വില ഒരിക്കൽ പോലും പഴയ വിലയിൽ നിന്ന് താഴത്തേക്ക് വരത്തില്ല. അതിന് അപ്ലൈ ചെയ്യുന്ന സയൻസ് ഇത്ര മാത്രമേ ഉള്ളൂ. സിസ്റ്റത്തിൽ ഒരു ഫൈനൽ പോയിന്റ് നമ്പർ ഉണ്ടാവും, ലിക്വിഡിറ്റി ഉണ്ടാകും. ഏതൊരു ടോക്കന്റെയും വില നിർണ്ണയിക്കപ്പെടുന്ന മാത്തമാറ്റിക്സ് ഇത്രയേ ഉള്ളൂ, ലിക്വിഡിറ്റി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കോയിൻസ്. വേറെ ഒന്നുമില്ല. ഇപ്പൊ 10,000 കോയിൻ ഉള്ള ഒരു ടോക്കൺ ആണെങ്കിൽ $10,000 ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ $1 അതിന്റെ വില എന്നർത്ഥം. $10,000 ലിക്വിഡിറ്റി ഉണ്ട്, 5,000 കോയിനേ ഉള്ളൂ, $2 വില ഉണ്ടെന്ന് അർത്ഥം. $10,000 ഉണ്ട്, 20,000 കോയിൻ ഉണ്ട്, $0.5 വില എന്നർത്ഥം. കണ്ടോ, സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. സെയിം ഈ കാൽക്കുലേഷനെ ഡീസെൻട്രലൈസ് വെച്ചിരിക്കുകയാണ്. എന്താണ് ചെയ്യുക? ഒരു എമൗണ്ട് വരുമ്പോൾ അത് 100 ആയിക്കോട്ടെ, 200 ആയിക്കോട്ടെ, 500 ആയിക്കോട്ടെ, 10,000 ആയിക്കോട്ടെ, എത്ര ആയിക്കോട്ടെ, വന്ന എമൗണ്ടിന്റെ 52% ലിക്വിഡിറ്റി കൊണ്ടുവരും. ഇപ്പൊ $100 വന്നാൽ $52 ലിക്വിഡിറ്റി വരും. അപ്പൊ 1000 ആയിരുന്നെങ്കിലോ $520 കൂടെ വരുമായിരുന്നു. 20 ആണെങ്കിലോ അങ്ങനെ വരാലോ, ചെറിയ എമൗണ്ട് വരാലോ. ഏത് എമൗണ്ട് വന്നോട്ടെ 52% ലിക്വിഡിറ്റി വരും. എന്നിട്ടോ സിസ്റ്റം ആ സമയത്ത് ബൈ റേറ്റ് അനുസരിച്ച് ആ വന്ന എമൗണ്ടിന്റെ 35% വിലയുള്ള കോയിൻ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പൊ ഇവിടെ $1 ആയതുകൊണ്ട് $100ന്റെ 35%, അതായത് $35 തുല്യമായിട്ടുള്ള കോയിൻ 35 കോയിൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പൊ കോയിന്റെ എണ്ണം 35 ആയി, ലിക്വിഡിറ്റി 52 ആയി. 52നെ 35 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 1.485 എന്നാണ്. അപ്പൊ ഒരു പുതിയ ബൈ പ്രൈസ് വന്നു. അപ്പോൾ തന്നെ പഴയ ബൈ പ്രൈസ് സെൽ പ്രൈസ് ആയിട്ട് മാറുകയും ചെയ്തു. നോക്കൂ, ലിക്വിഡിറ്റി വന്നു, കോയിന്റെ എണ്ണം വന്നു, പുതിയ ബൈ പ്രൈസ് വന്നു, പഴയ ബൈ പ്രൈസ് സെൽ പ്രൈസ് ആയി. സിമ്പിൾ പ്രോസസ് അല്ലേ? ഇത് എക്കാലവും അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇത് മൈക്രോ സെക്കൻഡ്സിൽ എത്ര ട്രാൻസാക്ഷൻ നടന്നാലും അത് കൃത്യമായി ബ്ലോക്ക് ചെയിൻ നടന്നുകൊണ്ടേയിരിക്കും. കാരണം ടെക്നോളജിയാണ്. ടെക്നോളജിക്ക് പ്രത്യേകിച്ച് പാകപ്പിഴക്കൊന്നും സ്കോപ്പില്ല. പ്രത്യേകിച്ച് ബ്ലോക്ക് ചെയിനിൽ എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. എല്ലാ ട്രാൻസാക്ഷൻസും 100% ലെഡ്ജർ ബൈ ലെഡ്ജർ ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു ലെഡ്ജറിനടുത്ത് ലെഡ്ജറിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ട്രാൻസാക്ഷൻ മുഴുവൻ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചതുർവർഷന്റെ പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത. സുഹൃത്തുക്കളെ, ഈ ആശയത്തിന് സംതിങ് ഡിഫറെന്റ് ആയിട്ടുള്ള പവർ ഉണ്ട്. എത്ര കാലം കഴിഞ്ഞാലും ഇപ്പോ 5ാമത്തെ ട്രാൻസാക്ഷൻ നോക്കൂ, സെൽ ട്രാൻസാക്ഷൻ ആണ്. അപ്പോൾ 4ാമത്തെ ട്രാൻസാക്ഷൻ കഴിഞ്ഞപ്പോ 95.82 കോയിൻ ആണ് ഇവിടെ ബാക്കിയുള്ളത്. ലിക്വിഡിറ്റി $208 ഉണ്ട്. അപ്പൊ 208 ഡിവൈഡ് ബൈ 95.82 നിങ്ങൾക്ക് കാൽക്കുലേറ്റ് നോക്കാം, 2.17 എന്നായിരിക്കും. അവിടെ പഴയ ബൈ പ്രൈസ് ആയി 1.99 സെൽ പ്രൈസ് ആയി മാറിക്കഴിഞ്ഞു. ഈ സമയത്ത് 25 കോയിൻ ഒരാൾ സെൽ ചെയ്യുന്നു. അപ്പോ 25 കോയിന് 1.9932 പ്രകാരമുള്ള പൈസ അദ്ദേഹത്തിന് കൊടുക്കണം, വേണ്ടേ? സെൽ ചെയ്യുന്ന ആൾക്ക് പൈസ കൊടുക്കണമല്ലോ. ആ കൊടുക്കുമ്പോ 90% കൊടുക്കില്ല, 90% കൊടുക്കുള്ളൂ. അതായത് എത്ര എമൗണ്ട് കൊടുക്കണം? അപ്പൊ $100 കൊടുക്കാനുണ്ടെങ്കിൽ അതിൽ $10 സിസ്റ്റത്തിന് ഹോൾഡ് ചെയ്യും, $90 കൊടുക്കും. അപ്പൊ 25 × 1.9932 എന്ന സംഖ്യ എത്രയാണോ അതിന്റെ 90% മാത്രമേ ഈ ലിക്വിഡിറ്റിയിൽ നിന്ന് കുറയുന്നുള്ളൂ. അപ്പൊ 208 നിന്ന് ആ എമൗണ്ട് കുറയുമ്പോൾ 163.15 ആയി. 25 കോയിൻ സെൽ ചെയ്തു. അപ്പൊ ടോട്ടൽ കോയിനിൽ നിന്ന് 25 കോയിൻ കുറഞ്ഞു, കാരണം ബേൺ ചെയ്ത് പോകും. സെൽ ചെയ്യുമ്പോൾ ബേൺ ചെയ്ത് പോകും. അപ്പൊ 70.82 ആയി. സ്വാഭാവികമായിട്ട് പുതിയ ലിക്വിഡിറ്റി വന്നു, പുതിയ കറൻസി നമ്പർ വന്നു, പുതിയ ബൈ പ്രൈസ് വന്നു. പുതിയ ബൈ പ്രൈസ് വന്നപ്പോൾ പഴയ ബൈ പ്രൈസ് സെല്ലിംഗ് പ്രൈസ് ആയിട്ട് മാറുകയും ചെയ്തു. നോക്കൂ, 1.17 നിന്ന് 2.30 വില കൂടി. സെല്ല് നടക്കുന്ന സമയത്ത് വില കൂടുകയാണ്. ഈ ആശയം വ്യത്യസ്തമാണ്. ഈ ആശയത്തിന്റെ പവർ തിരിച്ചറിയുക എന്നുള്ളത് മാത്രം ചെയ്യേണ്ട കാര്യം. അതിന് അസോസിയേറ്റ് ചെയ്യാൻ ഈ സിസ്റ്റത്തിൽ വരാൻ ഒരാൾക്ക് ആവശ്യം ഒരു $20 മാത്രമാണ്. 2,000 രൂപ ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ ഒരാൾക്ക് വെറും 2,000 രൂപ. സാധാരണക്കാരനായ ആളുകളെ അസാധാരണക്കാരനാക്കി മാറ്റാൻ ചതുർവർഷ പ്ലാറ്റ്ഫോം ഈസിയാന്നർത്ഥം. എന്നാൽ ഒരാൾ ചിന്തിക്കുകയാണ്, ഞാൻ കോടീശ്വരനാണ്, എനിക്കിതിൽ പൈസ ഉണ്ടാക്കണം. ഈസിയാണ്. എന്ത് ചെയ്യണം? ഈ സിസ്റ്റത്തിൽ മാക്സിമം കോയിൻ ഹോൾഡ് ചെയ്യാം. എങ്ങനെ? 1000 മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗിൾ ബൈ. അത് 10,000 ചെയ്യണമെങ്കിലും അദ്ദേഹത്തിന് പറ്റും. എങ്ങനെ? 1000 എന്ന് പറഞ്ഞിട്ട് 10 പ്രാവശ്യം വാങ്ങണമെന്ന് മാത്രം. അത് ഒറ്റയടിക്ക് വാങ്ങിയാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ 10 പ്രാവശ്യം വാങ്ങുമ്പോൾ 10 വിലയ്ക്ക് വാങ്ങാൻ പറ്റും. കാരണം ആദ്യത്തെ 1000 കൊണ്ട് വാങ്ങുമ്പോൾ അതിന് വില മാറിയിട്ടുണ്ട്. അപ്പൊ പുതിയ ബൈ പ്രൈസൻസ് രണ്ടാമത്തെ 1000 കൊണ്ട് വാങ്ങാം. അങ്ങനെ 10 പ്രാവശ്യം വാങ്ങുമ്പോഴത്തേക്കും 10 വിലയ്ക്ക് അദ്ദേഹം വാങ്ങിയത്. പക്ഷെ അദ്ദേഹത്തിന്റെ വാങ്ങൽ കണ്ടിന്യൂസ് പ്രോസസ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടാവുന്ന മാക്സിമം കോയിൻ അവിടെ കിട്ടും. പിന്നെ അദ്ദേഹം ഒരു 10 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 1000 കൊണ്ട് വാങ്ങിച്ചാൽ ഇപ്പൊ ഈ വാങ്ങിയ കോയിനൊന്നും കിട്ടത്തില്ല. എന്തുകൊണ്ട്? പ്രൈസ് അത്രയും മാറിപ്പോയിട്ടുണ്ടാവും. കൂടിയ വിലയ്ക്ക് വാങ്ങുമ്പോൾ കുറച്ച് എണ്ണേ കിട്ടത്തുള്ളൂ. സോ നമ്പർ ഓഫ് കോയിൻ കൂട്ടാൻ ഏറ്റവും ഇനീഷ്യൽ സ്റ്റേജിൽ മാക്സിമം കോയിൻ വാങ്ങി വെക്കുക എന്നുള്ളത് ഈ സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്.
സിസ്റ്റം ചെയ്യുന്നതേ ഉള്ളൂ. ആര് വാങ്ങിയാലും അപ്പൊ തന്നെ അതിന്റെ 35% വിലയുള്ള കോയിൻ ഇൻസ്റ്റന്റ് ആയിട്ട് അയാളുടെ ഹോൾഡിംഗിലേക്ക് കൊടുക്കും. എവറി ട്രാൻസാക്ഷൻ ഈ സിസ്റ്റത്തിൽ അതിനുശേഷം നടക്കുന്ന എന്ത് ട്രാൻസാക്ഷനും ബൈസെൽ എന്ത് ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ ഇതിന്റെ വില ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ 35% തുടങ്ങുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ചില സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്, 35% അല്ലേ കിട്ടുള്ളൂ. ഞാൻ ചോദിച്ചോട്ടെ, വേറെ ഏത് മേഖലയിൽ പണം മുടക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? ട്രഡീഷണൽ ആയിട്ട് ഒരു ബിസിനസ്സിലേക്ക് 5 കോടി രൂപ മുടക്കിയിരുന്നു. 5 കോടി രൂപ മുടക്കി എന്ത് കാണാൻ പറ്റും? കുറെ അസറ്റുകൾ ഒരു പക്ഷേ കാണാൻ പറ്റും, കുറെ മിഷനറിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പണമായിട്ട് എന്തെങ്കിലും കിട്ടും? കിട്ടില്ല. പണമായിട്ട് ഈ 5 കോടി രൂപ തിരിച്ചു വരണമെങ്കിൽ മിനിമം 5 വർഷം എടുക്കുമെന്നാണ് ട്രഡീഷണൽ മാർക്കറ്റിലെ ബിസിനസ്സുകൾ പറയുന്നത്. MBA പഠിക്കുന്ന സ്റ്റുഡൻസിനെല്ലാം പഠിക്കുന്ന ബ്രേക്ക് ഈവൻ ടൈം ആയിട്ട് 5 വർഷം പറയുന്നത്. നമുക്ക് ടെക്നോളജിയിലേക്ക് ഒന്ന് കടന്നു വരാം. സാധാരണ ROI പ്ലാൻ ഒക്കെ നമുക്ക് ഇഷ്ടംപോലെ വരാറുണ്ടല്ലോ. നമ്മൾ വന്നു പിറ്റേ ദിവസം പോലും ഇങ്ങനെ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന പെരുകുന്ന ഒരു കണക്ക്, 1000 ഇട്ടാൽ 3000 കിട്ടുന്ന കണക്ക്, 1 ലക്ഷം ഇട്ടാൽ 3 ലക്ഷം രൂപ കണക്ക്, അങ്ങനെ കണക്കുണ്ടല്ലോ. ആ കണക്കൊന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ 3 ലക്ഷം ഒരാൾ നിക്ഷേപിച്ചു, 10 ലക്ഷം നിക്ഷേപിച്ചു, അല്ലെങ്കിൽ 5 കോടി നിക്ഷേപിച്ചു, പിറ്റേ ദിവസം എന്ത് കിട്ടും? 1% കിട്ടും. അങ്ങനെയൊക്കെയായിട്ട് കണക്ക് പറയാം അല്ലെ? 1%, 2%, 3%. അപ്പൊ 35% എത്ര ദിവസം എടുക്കും? നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ടെതർ ഓഷൻ വളരെ പവർഫുൾ ആണ്. കാരണം 35% തുടങ്ങുകയാണ്, അവിടുന്ന് ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യാണ്. ആ ഗ്രോത്ത് അത്രയും നമ്മുടെ ലൈഫിൽ ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറുകയാണ്. ഈ സിസ്റ്റം വ്യത്യസ്തമായ ചില കാൽക്കുലേഷൻസിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ഒരാളൊരു $10,000 നിക്ഷേപിച്ചിട്ട് അദ്ദേഹം വെയിറ്റ് ചെയ്യാണ് ഈ സ്ഥലമൊക്കെ വാങ്ങിയിടുമ്പോൾ. പണ്ടൊക്കെ സ്ഥലമൊക്കെ വാങ്ങിയിട്ടിട്ട് ഇന്ന് ആ സ്ഥലം ഹൈവേ സൈഡിലൊക്കെ ആണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്നത് അദ്ദേഹം ചിന്തിക്കുന്നതിനപ്പുറമുള്ള സംഖ്യയൊക്കെ ആയിരിക്കും അല്ലെ? ഇപ്പൊ അടുത്ത സമയത്തൊക്കെ ചാവക്കാട് പ്രദേശത്തോടൊക്കെ ഞാൻ യാത്ര ചെയ്തപ്പോൾ പല സുഹൃത്തുക്കളും പറഞ്ഞു അവിടെയൊക്കെ ലോട്ടറി അടിച്ച് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എന്താ അറിയൂ, വഴി പോലും ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഹൈവേ വികസനം വന്നു കഴിഞ്ഞപ്പോൾ ഹൈവേ സൈഡായിട്ട് അവരുടെ വഴി മാറി. അതിനെടുത്ത സ്ഥലത്തിൽ മാത്രം കിട്ടിയത് കോടികളാണ്. അവർ പോലും ചിന്തിക്കാത്ത സംഖ്യ അവിടെ കിട്ടിയിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ടെതർ ഓഷൻ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടിട്ട് ഒരു $10,000 ഇൻവെസ്റ്റ് ചെയ്തു. ഇനി ഒരു $1 ലക്ഷം എത്തിയിട്ട് ഞാൻ വിറ്റേക്കാം, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ വന്നേക്കാം. കാരണം പൈസ ആളുകളുടെ കയ്യിലുണ്ട്. അവരെന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നടക്കുന്ന കാലഘട്ടമാണ്. കൃത്യമായ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടാൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാർ തയ്യാറുമാണ്. പക്ഷെ സിസ്റ്റം വളരെ ബ്രില്യന്റ് ആയിട്ടൊരു കാര്യം വെച്ചിരിക്കുന്നു. അങ്ങനെ ഒരാൾ ലാഭം എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്തോട്ടെ, പക്ഷെ ആ എടുക്കുന്ന സമയത്തെല്ലാം മറ്റുള്ളവർക്ക് ഗുണം കിട്ടുന്ന കാര്യം ഉണ്ടാകണം. സാധാരണ അങ്ങനെയല്ലല്ലോ. ഒരാൾ പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അയാൾ മാത്രം പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കും, മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പക്ഷെ ഇവിടെ അതിന് പറ്റുന്ന രൂപത്തിലുള്ള മാത്തമാറ്റിക്സ് എന്താണ്? പാക്കേജ് എത്രയോ അതിന്റെ ഇരട്ടി വിലക്കുള്ള കോയിൻ മാത്രമേ മാക്സിമം സെല് ചെയ്യാൻ സാധിക്കൂ. $100 പാക്കേജ് എടുത്ത ഒരാൾക്ക് $200 കോയിൻ വിൽക്കാം. അപ്പോൾ $10,000 പാക്കേജ് എടുത്ത ഒരാൾക്ക് $20,000 വരെയുള്ള കോയിൻ വിൽക്കാം. അപ്പൊ അതിൽ കൂടുതൽ വന്നാലോ? $1 ലക്ഷം വിലയുള്ള സമയത്ത് അദ്ദേഹം വിൽക്കുകയാണ്. $20,000 വിൽക്കാം, പക്ഷെ $80,000 കോയിൻ അവിടെയും ഉണ്ട്. അപ്പൊ വീണ്ടും എന്ത് ചെയ്യണം? അദ്ദേഹം ടോപ്പപ്പ് ചെയ്യണം. എങ്ങനെ? ടോപ്പപ്പ് ചെയ്ത് മാത്രമേ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സെല്ലിംഗ് വാല്യൂ കൂട്ടാൻ സാധിക്കും. ഓരോ ടോപ്പപ്പും അഡീഷണൽ ബൈ ആണ്. അത് വാങ്ങേണ്ടത് $1,000 മാക്സിമം വാങ്ങാൻ സാധിക്കും. സോ $10,000 അദ്ദേഹം എത്തണമെങ്കിൽ 10 പ്രാവശ്യം വാങ്ങണം അല്ലെ? $20,000 എത്തണമെങ്കിൽ 10 പ്രാവശ്യം വാങ്ങണം. അപ്പൊ $1 ലക്ഷം വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ $50,000 ലൂട്ടിയേണ്ടി വരും. അപ്പൊ 50 പ്രാവശ്യം വാങ്ങിയാൽ മാത്രമേ $50,000 എത്താൻ സാധിക്കൂ അല്ലെ? 50 പ്രാവശ്യം വിൽക്കുകയും ചെയ്യണം. അപ്പൊ 100 പ്രാവശ്യം ആ ഒരു $1 ലക്ഷം വിഡ്രോ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ടാവും. ചിന്തിക്കുന്ന സുഹൃത്തുക്കളെ, ഈ 100 പ്രാവശ്യവും ബാക്കി എല്ലാവരുടെയും കോയിന്റെ പ്രൈസ് മാറൂലേ? തീർച്ചയായും മാറും. ഇനി ഒരാൾ ചിന്തിക്കുകയാണ്, എനിക്ക് വലിയ പൈസ ഒന്നും മുടക്കാനില്ല, ഞാൻ $20 സ്റ്റാർട്ട് ചെയ്തേക്കാം, എന്നിട്ട് ഞാൻ കോടിക്കണക്കിന് ഡോളർ ഇതിലൂടെ കമ്മീഷനായിട്ട് വാങ്ങും. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ മാർക്കറ്റിലുണ്ട്. അങ്ങനെ വാങ്ങിക്കോട്ടെ. അയാളുടെ പാക്കേജിന്റെ 3 ഇരട്ടി മാത്രമേ കമ്മീഷനായിട്ട് വിഡ്രോ ചെയ്യാൻ സാധിക്കൂ. അതിൽ കൂടുതൽ കമ്മീഷൻ വന്നാൽ അദ്ദേഹത്തിന് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് റീടോപ്പപ്പ് ചെയ്യണം, ലിമിറ്റ് കൂട്ടണം. അപ്പോ $3 ലക്ഷം വിഡ്രോ ചെയ്യാൻ വേണ്ടി ഒരാൾ വരുന്നുണ്ടെങ്കിൽ $1 ലക്ഷം അദ്ദേഹം ടോപ്പപ്പ് ചെയ്തേ പറ്റും. $1 ലക്ഷം ടോപ്പപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ $1,000 വെച്ച് എത്ര പ്രാവശ്യം അദ്ദേഹം ടോപ്പപ്പ് ചെയ്യണം? ചിന്തിക്കണം. അത്രയും പ്രാവശ്യം അദ്ദേഹം $3 ലക്ഷം വിഡ്രോ ചെയ്യാൻ വേണ്ടി, വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് $3 ലക്ഷം അദ്ദേഹം വരുമാനം ഉണ്ടാക്കി. പക്ഷെ ആ $3 ലക്ഷം അദ്ദേഹം വരുമാനം ഉണ്ടാക്കിയപ്പോഴത്തേക്കും സിസ്റ്റത്തിലേക്ക് അദ്ദേഹം $1,000 വെച്ച് 100 പ്രാവശ്യം ഏറ്റവും മിനിമം ലോഡ് ചെയ്തിട്ടുണ്ടാകും. ഏറ്റവും മിനിമം, അതിൽ കൂടുതൽ ലോഡ് ചെയ്തിട്ടുണ്ടാവും ഒരുപക്ഷെ. ഈ പ്രാവശ്യം അത്രയും ടോട്ടൽ സിസ്റ്റത്തിലുള്ള ആൾക്കാർക്ക് വരുമാനത്തിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും. കാരണം കോയിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. കാരണം ഓരോ ബൈയും ഓരോ സെല്ലും നടക്കുന്ന സമയത്ത് കോയിൻ അപ്രിസിയേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും.
സുഹൃത്തുക്കളെ, ഈ രണ്ട് ഇൻകം ലിമിറ്റുകൾ ഈ സിസ്റ്റത്തിന്റെ ഭാഗമാണെന്നുള്ള കാര്യത്തെ നമ്മൾ മനസ്സിലാക്കി വെച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം ഒരു ചെറിയ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വലിയ കമ്മ്യൂണിറ്റിയിലേക്ക് മാറുന്ന സമയത്ത് ഇപ്പോൾ ഏകദേശം ഒരു 700 ആ റേഞ്ചിലുള്ളൂ, 720, 730 ആ റേഞ്ചൊക്കെ ഉള്ളൂ ഇപ്പോൾ ആൾക്കാരുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതൊരു 7000 ആളുകളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തുന്ന സമയം നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റൂ. ഈ 700-ൽ നിന്നും 7000-ത്തിലേക്കുള്ള ദൂരം, ആ ദൂരം മാത്രമാണ് ഈ സിസ്റ്റത്തിന്റെ സ്ലോനെസ് എന്ന് പറയുന്ന സംഗതി. അതൊന്നും വേണ്ട എന്നാണ് ശരിക്കും നമ്മുടെ ഒരു പഠനത്തിലും മനസ്സിലാക്കിയത്. ഒരു 1000, 1500 റേഞ്ചിലേക്ക് കമ്മ്യൂണിറ്റി എത്തിയാൽ പിന്നെ ഈ സിസ്റ്റം ഭയങ്കര സ്പീഡിൽ നടക്കും. ഭയങ്കര സ്പീഡിൽ, നമുക്ക് ആവശ്യം സ്പീഡാണല്ലേ. ഒരു കാറിൽ സഞ്ചരിക്കുന്ന സമയത്ത് വളരെ സ്ലോ ആയിട്ട് പോവാണെങ്കിൽ ചോദിക്കും, അതെ പക്ഷെ സ്പീഡിൽ പോകാൻ പറ്റൂ എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും, ശരിയല്ലേ? സ്പീഡാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. സ്പീഡ്, അതിവേഗത്തിൽ പോകണം, അതിവേഗത്തിൽ ഗ്രോ ചെയ്യണം, അതിവേഗത്തിൽ പണം സമ്പാദിക്കണം. ഈ ചിന്തയോടുകൂടിയാണ് നമ്മൾ എല്ലാവരും വന്നിരിക്കുന്നത്. അതിന് പറ്റുന്ന രൂപത്തിലേക്ക് ടെതറോഷ്യൻ മാറാൻ പോവുകയാണ്. അതിന് പറ്റുന്ന കമ്മ്യൂണിറ്റിയിലേക്ക് ടെതറോഷ്യൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് എത്താൻ ഇനി വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ബാക്കിയുള്ളൂ. ഈ ചുരുങ്ങിയ സമയത്തിന്റെ വേഗത, അതിന്റെ ഡെപ്ത് ഒരു ദിവസം കൊണ്ടാക്കാം. എങ്ങനെ? ഇപ്പൊ 700 പേർ ടീമിലുണ്ട്, ടോട്ടൽ സിസ്റ്റത്തിലുണ്ട്. ആ 700 പേർ എന്ന കണക്ക് ഞാൻ ചുമ്മാ പറയുന്നതല്ല കേട്ടോ. നമുക്ക് നോക്കാം ഈ 700 പേർ തന്നെയാണോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എങ്ങനെയാണെന്നറിയോ? ഈ സിസ്റ്റത്തിൽ നമുക്ക് ഞാൻ എഡ്ജ് എന്ന പ്ലാറ്റ്ഫോമിൽ ഇതിന്റെ സ്മാർട്ട് കോൺട്രാക്റ്റിന്റെ ലിങ്ക് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അതൊന്നും വേണ്ട, നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ സിസ്റ്റത്തിൽ കോൺട്രാക്ട് ബാലൻസ് കാണിക്കുന്ന ഭാഗത്തിൽ പോയി നമുക്കത് കാണാൻ സാധിക്കും. ഞാനൊരു പ്രസന്റേഷൻ ഭാഗത്ത് നമുക്ക് എളുപ്പത്തിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓപ്ഷൻ ചെയ്തിരിക്കുന്നത്. നമുക്കൊന്ന് പരിശോധിക്കാം എങ്ങനെയാണ് അത് ഒന്ന് പരിശോധിക്കാം. ഫേവറേറ്റ് എന്നൊരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഞാൻ അത് ടെതറോഷ്യന്റെ ലിങ്ക് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഓക്കെ, ഇതാണ് ടെതറോഷ്യന്റെ കോൺട്രാക്ട്, സ്മാർട്ട് കോൺട്രാക്ട്. ഇതിലിപ്പോ വന്ന ബാലൻസ് വന്നത് $30,652 ആണ് ഇപ്പൊ നിലവിൽ ബാലൻസ് ഉള്ളത്. അതിന്റെ അർത്ഥം ഇപ്പൊ എത്ര കോയിൻ ബാക്കിയുണ്ടോ ഇപ്പോഴത്തെ സെല്ലിംഗ് പ്രൈസ് അനുസരിച്ച് ആ കോയിൻ അത്രയും വിറ്റാൽ പോലും എല്ലാവർക്കും കിട്ടാനുള്ള എമൗണ്ട് ഇവിടെ ഉണ്ട് എന്നർത്ഥം. അത് കൃത്യമായി ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ടെൻഷനും ഈ സിസ്റ്റത്തിലുള്ള ആൾക്കാർക്ക് വേണ്ട. ഇവിടെ മെനു നോക്കുമ്പോൾ, ബ്ലോക്ക് ചെയിനുള്ള മെനു നോക്കുമ്പോൾ അതിൽ ട്രാൻസാക്ഷൻ മെനു ഉണ്ട്, ടോക്കൺ ട്രാൻസാക്ഷൻ മെനു ഉണ്ട്, NFT ട്രാൻസ്ഫർ മെനു ഉണ്ട്, കോൺട്രാക്ട് ഉണ്ട്, ഇവന്റ്സ് ഉണ്ട്, അനാലിറ്റിക്സ് ഉണ്ട്, മൾട്ടി ചെയിൻ പോർട്ട്ഫോളിയോ ഉണ്ട്, പല മെനുകളുണ്ട്. ഇതിൽ കോൺട്രാക്ട് എന്ന മെനുവിൽ റീഡ് കോൺട്രാക്ട് എന്ന മെനുവിൽ പോയാൽ, ഈ സിസ്റ്റത്തിന് സബ് മെനൂസ് കാണാം. ആ സബ് മെനൂസിൽ 22ാമത്തെ മെനു എന്ന് പറയുന്നത് യൂസർ ID എന്ന മെനു ആണ്. അത് ഞാൻ പറഞ്ഞത് 721 പേരാണ് ഇതുവരെ സിസ്റ്റത്തിൽ അസോസിയേറ്റ് ചെയ്തത്. 721 പേർ. അപ്പൊ ചെറിയൊരു കമ്മ്യൂണിറ്റി സിസ്റ്റത്തിൽ വന്നിട്ടുള്ളൂ എന്ന് വെറുതെ പറയുന്നതല്ല, ആർക്കും പരിശോധിക്കാവുന്ന കാര്യമാണ്. അപ്പൊ ഈ പരിശോധന, ഈ പഠനം, ഇതാണ് സിസ്റ്റത്തിൽ എല്ലാവരും ചെയ്യേണ്ട കാര്യം. അങ്ങനെ ചെയ്തു പോകുമ്പോൾ ഈ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള ഓരോ മൊമെന്റുകളും നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ സാധിക്കും. ഈ സിസ്റ്റം ജെനുവിനാന്ന് നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കും. അത് തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഓരോ ട്രാൻസാക്ഷനെയും നമുക്ക് എന്ത് ചെയ്യാം, വിലയിരുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. സോ ഈ സിസ്റ്റത്തിൽ ഇനിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഈ സിസ്റ്റത്തിൽ വരുന്ന വരുമാനങ്ങളാണ്. ഫസ്റ്റ് വരുമാനം എന്ന് പറയുന്നത് കോയിന്റെ വില തന്നെയാണ്, നമുക്ക് കണ്ടു. 2 ഇൻവെസ്റ്റ്മെന്റ് പൂൾ ഇൻകം ആണ്. 100, 500, 1000 അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ സിംഗിൾ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് എന്ത് ചെയ്യും, ഒരു വരുമാനം തന്നുകൊണ്ടിരിക്കും. വേറൊന്നുമല്ല, ആ ദിവസം നടന്ന ടേൺ ഓവറിന്റെ 4% എടുക്കും. എന്നിട്ട് എല്ലാവർക്കും പോയിന്റ് കൊടുക്കുന്നുണ്ട്. ഈ പോയിന്റ് ഡിവൈഡ് ചെയ്തിട്ട് പോയിന്റ് വില കണ്ടുപിടിക്കും. എന്നിട്ട് അതൊരു വരുമാനമായിട്ട് റിലീസ് ചെയ്യും. അപ്പൊ ഇന്ന് ടേൺ ഓവർ ഒന്നില്ലെങ്കിൽ ഇന്ന് വരുമാനം ഉണ്ടാവില്ല. ഇന്ന് $10,000 ടേൺ ഓവർ ഉണ്ടെങ്കിൽ അപ്പൊ അതിന്റെ 4% ഡിവൈഡ് എന്ത് ചെയ്യും, എല്ലാവർക്കും കൊടുക്കും. സിസ്റ്റത്തിന് ഈ വരുമാനം കൊടുക്കാൻ ഒരു ബേർഡനും ഇല്ല. കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്. 43% പേ ഔട്ടിൽ 4% എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് പൂളിംഗത്തിന് വേണ്ടിയിട്ടാണ്. ബാക്കി എത്രയുണ്ട്? 39 ഉണ്ട്. ആ 39-ൽ 10% ലെവൽ ഇൻകത്തിലേക്കാണ്. ഫസ്റ്റ് ലെവൽ. അത് നേരിട്ട് നമ്മൾ ആരെങ്കിലും റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന പാക്കേജ് 10% നമുക്ക് കിട്ടും. അവരിനി 10 പ്രാവശ്യം ടോപ്പ് ചെയ്തു, ആ 10 പ്രാവശ്യം 10% കിട്ടും. ഉദാഹരണം, ഒരാളെ സ്പോൺസർ ചെയ്തപ്പോൾ അദ്ദേഹം $10,000 ചെയ്യാൻ തയ്യാറായി. $1,000 ആദ്യം ചെയ്തു, രണ്ടാമത് ചെയ്തു, മൂന്നാമത് ചെയ്തു, അങ്ങനെ 10 പ്രാവശ്യം കൊണ്ട് $10,000 ചെയ്തു. ഓക്കെ, $10,000 10%, $1,000 നമുക്ക് അപ്പത്തിന് ഇൻകം കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ പാക്കേജ് $20 പാക്കേജ് ആണെങ്കിൽ പോലും ഈ $1,000 ഇൻകം കിട്ടും. അപ്പോ വിഡ്രോ ചെയ്യണമെങ്കിലോ $20 നിന്ന് $60 വിഡ്രോ ചെയ്തു, വീണ്ടും ആ കിട്ടിയ എമൗണ്ട് വീണ്ടും ടോപ്പ് ചെയ്തു. കാരണം പ്രത്യേക സർവീസ് ചാർജ് ഇല്ലല്ലോ. ടോപ്പ് ചെയ്തു, വീണ്ടും വിഡ്രോ ചെയ്തു, വീണ്ടും വിഡ്രോ ചെയ്തു, ടോപ്പ് ചെയ്തു, വിഡ്രോ ചെയ്തു, ടോപ്പ് ചെയ്തു, വിഡ്രോ ചെയ്തു. ഇങ്ങനെ നമ്മുടെ പോയിന്റ് എണ്ണം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കാം. അതനുസരിച്ച് നമ്മുടെ ഇൻകം ഇങ്ങനെ വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യാം. അപ്പൊ ഈ സിസ്റ്റത്തിൽ വരുന്ന ഒരാൾക്ക് $20 തുടങ്ങിയാൽ എത്ര കോടിയും സമ്പാദിക്കാം എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല. സിസ്റ്റം അത്രയും ജെനുവിനാണ്. പ്രത്യേകിച്ച് വിഡ്രോ ചാർജ് ഇല്ലാത്തത് കൊണ്ട് ആർക്കും ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റുമാണ്.
സെക്കൻഡ് ലെവലിൽ 5% ഉണ്ട്. നമ്മൾ ഒരാളെ കൊണ്ടുവന്നു, അയാൾ സീരിയസ് ആയിട്ട് ബിസിനസ് ഏറ്റെടുക്കാൻ തയ്യാറായി. അത് ആരാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഇന്ന് ജസ്റ്റ് ഇൻവെസ്റ്ററായി നിന്നിട്ട് നോക്കി നിൽക്കുന്ന ഒരാളായിരിക്കാം. പക്ഷേ സിസ്റ്റത്തിന്റെ സാധ്യത മനസ്സിലായാൽ, ബിസിനസ് അങ്ങനെയാണ്, ഏത് ബിസിനസ് രംഗത്തേക്കും ആളുകൾ കടന്നു വരാൻ വേണ്ടി മടിച്ചു നിൽക്കും. പക്ഷെ സിസ്റ്റം മനസ്സിലായി കഴിഞ്ഞാൽ ആളുകൾ ഏറ്റെടുക്കാൻ തയ്യാറാവും. ഏറ്റെടുക്കുമ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് വേണ്ടെന്ന് പറഞ്ഞാൽ പോലും അത് ചെയ്തുകൊണ്ടേയിരിക്കും. ശരിയല്ലേ? അങ്ങനെ വരുമ്പോൾ സെക്കൻഡ് ലെവലിൽ 5% ഉണ്ട്. തേർഡ് ലെവൽ മുതൽ അൺലിമിറ്റഡ് ലെവലിലേക്ക് 20% മാറ്റി വെച്ചിട്ടുണ്ട്. 5 മുതൽ 20% കിട്ടും. റാങ്കിനെ ബേസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ. റാങ്ക് ക്വാളിഫൈ വളരെ ഈസിയാണ്. ഇപ്പൊ $100 പാക്കേജ് നമുക്കുണ്ട്. 5 ഡയറക്റ്റ് സ്പോൺസർഷിപ്പ് ചെയ്തു. ആ ഡയറക്റ്റ് സ്പോൺസർഷിപ്പിലൂടെ ബിസിനസ്സിലൂടെ $500 ബിസിനസ് കൊണ്ടുവന്നു. ടോട്ടൽ $5000 ബിസിനസ് വോളിയവുമായി സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. 5% നമ്മുടെ ഇൻകം അഡീഷണൽ മാറും. അപ്പോ ഫസ്റ്റ് ലെവലിൽ 10 എന്നുള്ളത് 15 ആവും. സെക്കൻഡ് ലെവലിൽ 5 എന്നുള്ളത് 10 ആവും. തേർഡ് ലെവൽ മുതൽ അൺലിമിറ്റഡ് ലെവലിൽ നിന്ന് 5%. ഗോൾഡ് റാങ്കിൽ എത്താൻ $25,000 ബിസിനസ് കൊണ്ടുവരിക. ഈ സ്പോൺസർ ചെയ്ത ഡയറക്റ്റ് ലെഗിൽ ഏതെങ്കിലും 2 ലെഗിൽ ഓരോ സിൽവർ ക്രിയേറ്റ് ചെയ്യുക. സിമ്പിൾ അല്ലേ? ഇപ്പൊ ഞാൻ ഒരാളെ സ്പോൺസർ ചെയ്തു, അദ്ദേഹം $100 പാക്കേജേ ഉള്ളൂ. അദ്ദേഹത്തിന് കെയർ ഓഫിൽ ഒരു ഐഡിയ അടിച്ചിട്ടുള്ളൂ. അങ്ങനെ സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ്. കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും ഇയാൾ അങ്ങോട്ട് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. അയാൾ ഒരു $5000 ബിസിനസ് ചെയ്തു. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ ഇനി ആകെ 4 എൻട്രി കൂടി വെച്ചാൽ മതി. 4 എൻട്രി കൂടെ വെച്ചാൽ അദ്ദേഹം സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്തു അല്ലേ? ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഈ സിസ്റ്റം വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇതിന്റെ സാധ്യത അനന്തമാണ്. ഈ അനന്തമായ സാധ്യതയിലേക്ക് വരാൻ വേണ്ടി ചില ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാകും. സാധാരണ സിസ്റ്റത്തിലെല്ലാം വെയിറ്റ് ചെയ്ത് നിന്നാൽ അതിന്റെ എൻഡിലേക്ക് പിന്നെ പോവാം. പക്ഷെ ടെതറോഷൻ വെയിറ്റ് ചെയ്യുന്തോറും ബ്യൂട്ടിഫുള്ളായി ഏറ്റവും മനോഹരമായ സാഹചര്യത്തിലേക്ക് മാറുന്നുണ്ടാകും. ഒരുപക്ഷെ 5 വർഷത്തിന് ശേഷം ഒരാൾ $1000 വരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനും 35% വിലയുള്ള കോയിൻ കിട്ടുന്നുണ്ടാവും. കിട്ടുന്ന കോയിന്റെ എണ്ണം വളരെ കുറവായിരിക്കും എന്ന് മാത്രം. പക്ഷെ അതിന്റെ വാല്യൂ 35% ആയിരിക്കും. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ 5 വർഷം കഴിഞ്ഞോട്ടെ, 10 വർഷം കഴിഞ്ഞോട്ടെ, 15 വർഷം കഴിഞ്ഞോട്ടെ, ഈ സിസ്റ്റത്തിൽ വരുന്ന ആൾക്കാർക്കും ഇന്ന് വരുന്ന ആൾക്കാർക്കും തുല്യ പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റും. അന്ന് കുറച്ചുകൂടി ഈസി ആയിരിക്കും ഒരുപക്ഷെ ചെയ്യാൻ. കാരണം അത്രമാത്രം അച്ചീവേഴ്സ് ഇവിടെ ഉണ്ടാകും. പ്രൈസ് റേഞ്ച് അത്രയും മാറിയിട്ടുണ്ടാകും. ഇപ്പൊ ബിറ്റ്കോയിനൊക്കെ 2009 വരുന്ന സമയത്ത് ആരെങ്കിലും അതിനെ ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു? വളരെ കുറച്ച് ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടുള്ളൂ. പലപ്പോഴും മാർക്കറ്റിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ബിറ്റ്കോയിനൊക്കെ എൻ്റെ അടുത്ത് വന്നതായിരുന്നു, ഞാൻ മൈൻഡ് ചെയ്തില്ല. ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് അത് എവിടെയാന്ന് പോലും എനിക്ക് അറിയില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ടെതറോഷനിൽ ഇന്ന് വന്ന പലരും അങ്ങനെയുള്ള ആൾക്കാർ ഒരുപക്ഷെ ഉണ്ടാകാം. ആരെങ്കിലുമൊക്കെ പറഞ്ഞപ്പോ ചെയ്ത ആൾക്കാരായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ടെതറോഷൻ മുന്നോട്ട് പോകും തോറും അവരെല്ലാം കോൺഫിഡന്റ് ആയിരിക്കും. ആ ലെവലിലേക്ക് ടെതറോഷൻ മാറാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, ഗോൾഡ് റാങ്ക് കഴിഞ്ഞു. എമറാൾഡ് റാങ്കിൽ എത്താൻ 2 ഗോൾഡും $1,00,000 ബിസിനസ്സും, ഡയമണ്ട് എത്താൻ 2 എമറാൾഡും $5,00,000 ബിസിനസ്സും. ഇതൊക്കെ വളരെ ഈസിയാണ്. കാരണം ഒരു സിൽവർ റാങ്ക് എന്ന് പറയാൻ തന്നെ $5,000 ബിസിനസ് ആയി. ഇപ്പൊ 2 സിൽവർ വരിക എന്ന് പറഞ്ഞാൽ $10,000 ബിസിനസ് അവിടെ ആയി കഴിഞ്ഞു. ബാക്കി $15,000 ബിസിനസ് ഉണ്ടെങ്കിൽ ഗോൾഡ് റാങ്ക് ആയി. എമറാൾഡിന് 2 ഗോൾഡ് എന്ന് പറയുന്നത് $27,000 ബിസിനസ് അവിടെ ആയി കഴിഞ്ഞു. ബാക്കി $50,000 ബിസിനസ് കണ്ടെത്തിയാൽ മതി. $1,00,000 ആണ് ഒരു എമറാൾഡ്. അപ്പൊ 2 എമറാൾഡ് വെച്ചാൽ $2,00,000 ബിസിനസ് ആയി. ബാക്കി $3,00,000 ബിസിനസ് കണ്ടെത്തിയാൽ മതി. ഈസിയാണ്. $5,00,000 ബിസിനസ് കണ്ടെത്താൻ പറ്റുന്ന ഏതൊരാൾക്കും ഡയമണ്ട് ക്വാളിഫൈ ചെയ്യാം. ഒരാൾ പറയാണ്, ഞാൻ 5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാം, $5,00,000 ഇൻവെസ്റ്റ് ചെയ്യാം. അദ്ദേഹത്തിന് ഡയമണ്ട് ക്വാളിഫൈ ചെയ്യാം. അദ്ദേഹം ചെയ്യണം, അദ്ദേഹത്തിന്റെ ടീമിൽ ഐഡികൾ പ്ലേസ് ചെയ്യണം, പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യണം. 2 എമറാൾഡ് ക്രിയേറ്റ് ചെയ്യുന്ന രൂപത്തിൽ. 2 എമറാൾഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഓരോ എമറാൾഡിന് 2 ഗോൾഡ് വേണ്ടേ? അപ്പൊ 4 ഗോൾഡ് ക്രിയേറ്റ് ചെയ്യുന്ന രൂപത്തിൽ. ഒരു ഗോൾഡ് ആവണമെങ്കിൽ 2 സിൽവർ വേണ്ടേ? അപ്പൊ 8 സിൽവറിനെ ക്രിയേറ്റ് ചെയ്യുന്ന രൂപത്തിൽ, 4 ഗോൾഡിനെ ക്രിയേറ്റ് ചെയ്യുന്ന രൂപത്തിൽ, 2 എമറാൾഡിനെ ക്രിയേറ്റ് ചെയ്യുന്ന രൂപത്തിൽ, ഒരു ഡയമണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് അദ്ദേഹത്തിന് ഐഡി പ്ലേസ് ചെയ്യാം. ഈ $5,00,000 ബിസിനസ് ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന് ഡയമണ്ട് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. സിമ്പിൾ ആണ് ആശയം, പവർഫുള്ളുമാണ്. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റത്തെ മനസ്സിലാക്കിയവർ, ഏറ്റെടുത്തവർ വളരെ വേഗത്തിലാണ് ഇതിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നാളെ എറണാകുളത്ത് ലുലുവിനടുത്ത് ഒരു ഹോട്ടലിൽ റൂം സിറ്റിംഗ് ഉണ്ട്. രാവിലെ 9:30 സ്റ്റാർട്ട് ചെയ്യും. സൂട്ട് നമ്പർ 206 ടെതറോഷന്റെ 1 ഡേ സിറ്റിംഗ് വെച്ചിരിക്കുന്നത്. ഷാർപ്പ് സ്യൂട്ട്സ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ വെച്ചിട്ടാണ് ആ പ്രോഗ്രാം ഉള്ളത്. ഞാൻ അത് കോർഡിനേറ്റ് ചെയ്തവർ എന്നോട് പറഞ്ഞു, ഇങ്ങനെ എറണാകുളത്ത് പ്രോഗ്രാം ഉണ്ട് സാറേ, ജസ്റ്റ് മീറ്റിംഗിൽ അത് പറഞ്ഞേക്കണം. ആയിക്കോട്ടെ. കാരണം ഇതൊരു മെസ്സേജ് ആണ്. ഈ മെസ്സേജിന്റെ ഗുണം എന്താണ്? ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ വളരെ ഈസി ആയിരിക്കും. ഒരുപക്ഷെ നാളെ വരുന്ന ഒരാളായിരിക്കും ഇതിനെ ഫാസ്റ്റ് ആയിട്ട് ഏറ്റെടുക്കാൻ പോകുന്നത്. നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇന്നിങ്ങനെ ആൾക്കാർ നോക്കി നിൽക്കുന്ന അവസ്ഥയായിരിക്കും. ഒരുപക്ഷെ എല്ലാവരും വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്താകും, ആകൂ, ആകാതിരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംശയത്തിൽ നിൽക്കുകയാണ്. നിന്നോട്ടെ.
പക്ഷെ കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ സംശയം എല്ലാം തീരുമ്പോൾ ഇവർക്കും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഒരിക്കലും ഒരു പരാജയമായിരിക്കില്ല. 2 വർഷം കഴിഞ്ഞിട്ടാണ് ഒരാൾക്ക് ഇത് ബോധ്യപ്പെടുന്നത്. ആ 2 വർഷം കഴിഞ്ഞാൽ അയാൾ കോടികൾ സമ്പാദിക്കുന്ന അവസ്ഥയിലേക്ക് ശിശുത്തിൽ മാറിയിട്ടുണ്ടാകും. അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ആശയത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. സോ ഇന്നത്തെ ഈ ദിവസം, ഈ ചെലവഴിച്ച ഈ നിമിഷങ്ങൾ തീർച്ചയായും വിലപ്പെട്ട നിമിഷങ്ങൾ തന്നെയാണ്. 31 മിനിറ്റ് നമ്മൾ പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ 31 മിനിറ്റും നിങ്ങൾ കേട്ട കാര്യങ്ങൾ, മനസ്സിലാക്കിയ കാര്യങ്ങളെ ഏറ്റെടുക്കാനും പ്രവർത്തിക്കാനും അത് ജീവിതത്തിൽ വലിയ അച്ചീവ്മെന്റ് കാരണമായി തീരാനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സെഷന്റെ ഈ ഒരു ഭാഗം ഞാൻ ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു. ഹാവ് എ നൈസ് ഈവനിങ് ആൻഡ് ഗുഡ് നൈറ്റ്.